ഇന്ത്യയിലേക്കുള്ള ഇല്ലീഗൽ ഗോൾഡ്, വെപ്പൺസ്, ഡ്രഗ്സ് എല്ലാം ഒഴുകിയിരുന്നത് ഈ ഹാർബറിൽ നിന്നായിരുന്നു. 10 വർഷത്തിന് ശേഷം 1995 എന്റെ അപ്പൻ സേവിയർ കാക്കറിന്റെ റൈറ്റ് ഹാൻഡ് ആയും പാർട്ണറായും ഇവിടെ കയറുന്നത്. അന്ന് കാക്കറിന്റെ ശത്രുക്കൾ ഉന്മൂലനം ചെയ്യാൻ ബോംബെ അണ്ടർവേൾഡിൽ നിന്ന് 2 പേരെ ഈ ഹാർബറിൽ കൊണ്ടുവന്ന് കൂലികളാക്കി നിർത്തി. കാക്കറിനെതിരെ നിൽക്കുന്ന എല്ലാവരെയും അവർ കൊന്നുകളയുമായിരുന്നു. അവരാണ് ദേവരാജും കാളിശയും. അവരുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു ഈ ഹാർബറിലെ സൂപ്പർവൈസർ ആയിരുന്ന ശേഖർ. അവനെയാണ് ദയാൽ കൊന്നത്, അതും നിനക്ക് വേണ്ടിയിട്ട്. ഈ ശേഖർ അന്ന് ഈ ഹാർബറിലെ കൂലികളുടെ നേതാവായിരുന്നു. ഒരു ദിവസം മുഖ്യമന്ത്രി ഈ ഹാർബർ സീൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ കാക്കർ പണം വാരി എറിഞ്ഞു. കാക്കറിന് പകരമായിട്ട് അവൻ 100 കൂലികളെ നൽകാമെന്നും പറഞ്ഞു. കാക്കർ ശേഖറിനോട് തൽക്കാലം 100 പേരോട് സറണ്ടർ ആകാനും ഞാൻ നിങ്ങളെ പുറത്ത് കൊണ്ടുവരാമെന്നും പറഞ്ഞു. അങ്ങനെ കാക്കറിന്റെ വാക്ക് വിശ്വസിച്ച് ശേഖറും 99 കൂലികളും പോലീസിന് കീഴടങ്ങി. പക്ഷേ കാക്കറിന്റെയും പോലീസിന്റെയും പ്ലാൻ മറ്റൊന്നായിരുന്നു. ഈ 100 പേരെ എൻകൗണ്ടർ ചെയ്ത് ഹാർബർ പൂട്ടിയെന്ന് മുഖ്യമന്ത്രിയെ ബോധിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായിട്ട് ഇവരൊരു കപ്പലിൽ 20ഓളം വരുന്ന പോലീസുകാരും 30ഓളം വരുന്ന കാക്കറിന്റെ ഗുണ്ടകളുമായിട്ട് അവരെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. കാക്കറിന്റെ ഗുണ്ടകൾ കപ്പലിലുള്ളത് ആ കൂലികൾ അറിഞ്ഞിരുന്നില്ല. കടലിന്റെ നടുക്ക് വെച്ച് ആ 100 കൂലികളെ തീർത്ത് കളയാനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ ഈ 100 പേരിൽ ദേവയും കാളിശയും അവന്റെ 15 പേരുള്ള ഗ്യാങ്ങും ഉണ്ടായിരുന്നത് കാക്കർ അറിഞ്ഞിരുന്നില്ല. ആ കപ്പൽ പോയ പോലെ തന്നെ മുംബൈ തീരത്തേക്ക് വന്നു. എന്നാൽ ആ 100 കൂലികളും കപ്പലിൽ ജീവനോടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ 20 പോലീസുകാരെയും കാക്കറിന്റെ ഗുണ്ടകളെയും കപ്പലിൽ കൊന്നു കെട്ടി തൂക്കിയ നിലയിലായിരുന്നു എല്ലാവരും കണ്ടത്. ആ കപ്പൽ ചോര വീണ് അസ്തമയ സൂര്യനേക്കാൾ കൂടുതൽ ചുവന്നിരുന്നു.